എക്സ്പ്ലോറിംഗ് കേരളത്തിൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യാത്രയും മറ്റൊന്നുമല്ല, വീട്ടിൽ കുറേ ചെടികൾ കൊണ്ട് നട്ടിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ടുള്ള ഹോബിയാണ്. എവിടെ യാത്ര പോയാലും അവിടെ നിന്ന് കിട്ടുന്ന ചെടികളെല്ലാം നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന ചെടികളെല്ലാം പെറ്റ് പെരുകി കുറേ ആയപ്പോഴത്തേക്ക് തുടങ്ങിയൊരു പരിപാടിയാണ് ഈ ചെടികൾ. വീട് മുഴുവൻ കാടായി. അതെ, വീട് മുഴുവൻ കാടായി. അപ്പോൾ പിന്നെ ഇത് വെട്ടി ആർക്കെങ്കിലും കൊടുക്കുക, അതാ സത്യം പറഞ്ഞാൽ, വെട്ടി ആർക്കെങ്കിലും കൊടുത്ത് പൈസ മേടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ അധികമുള്ള ചെടികളെല്ലാം ഞങ്ങൾ വിൽക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മുറിച്ച് ഓരോ കൊച്ചു കൊച്ചു പ്ലാസ്റ്റിക് കൂടുകളിൽ നട്ട് ഭയങ്കര നേഴ്സറി കോൺസെപ്റ്റിലൊക്കെ ചെടിയൊക്കെ വെച്ചിട്ട് ഓൺലൈനിൽ വിൽപ്പന, അതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിന് സുഖമുള്ളൊരു പരിപാടിയാണ് ഈ ചെടിയും പ്രകൃതിയുമായിട്ടുള്ളൊരു സംഭവം. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡറുകൾ അനുസരിച്ചുള്ള ചെടികളെല്ലാം പാക്ക് ചെയ്ത് വിടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, ഇന്ന് അയക്കാനുള്ളവരുടെ അഡ്രസ്സാണ്. അതൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്നൊരു ചെടിയാണ്. ഇത് പണ്ട് ഓരോ കൊച്ചൊരു തൈ കൊണ്ട് വെച്ചിരുന്നതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഇതെല്ലാം കിളുത്ത് കണ്ടോ ഇത്രയും വലുതായി. ഇപ്പം ഞങ്ങളൊക്കെ വലുതായി. അതെ അതെ, ഇതൊക്കെ ഈ പറയുന്ന പോലെ പുതിയ വീടുകളൊക്കെ ചെയ്യുന്നവർക്കും, പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിയ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൻ്റെയൊക്കെ സൈഡിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇപ്പം നമുക്ക് സാധാരണക്കാർക്കൊക്കെ മേടിച്ച് വെക്കാനുള്ള ഒരു വില നിലവാരത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിങ്ങിന് ബെസ്റ്റ് സാധനമാണ് കലാത്തിയ ലൂട്ടിയ. നല്ല ഭംഗിയാണ് ഇത് ബുഷായിട്ട് നിന്നാൽ. ദേ, ഇന്ന് ഞങ്ങൾ അയക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ആണ് കൂടുതലും. ഫിലോഡെൻഡ്രോണിൻ്റെ ഗോൾഡൻ സെല്ലം കണ്ടോ, അത് ഗോൾഡൻ സെല്ലം. പിന്നെ ഗോൾഡൻ സെല്ലം, അതുപോലെ ഇത് മാമേ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല അടിപൊളി ലീഫാണ് കണ്ടോ. ഇതൊക്കെ നല്ല യമണ്ടൻ ഇലകളാവും, എന്ന് വെച്ചാൽ എന്താ പറയുക, എലിഫന്റ് ഇയർ ലീഫ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇനമാണ്. കണ്ടോ, വേണ്ട മോൺസ്റ്റെറ ഡിലീസിയോസ എന്ന് പറയുന്ന നല്ല അടിപൊളി പ്ലാന്റ്, ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇത്. കണ്ടോ കണ്ടോ, ലീഫ് കണ്ടോ, സ്പ്ലിറ്റ് ലീഫ്. പിന്നുള്ളത് വേണ്ടേ വൈറ്റ് പ്രിൻസസ്. നല്ല ഇത് വളരെ ആശിച്ച് മോഹിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. ഇന്ന് ഇവൻ കയറി പോവാണ് ഇവിടുന്ന്. അടുത്തത് ഗ്രീൻ സെല്ല. ഇവനാണ് ഗ്രീൻ സെല്ല. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മുറിക്കാത്ത സത്യം പറഞ്ഞാൽ വേറെ ഒരു സാധനവും വേണ്ട. പിന്നെ ഈ പ്രാവശ്യം കുറെ ഓർക്കിഡുകളുണ്ട്. ഇതെല്ലാം ഹൈബ്രിഡ് ഓർക്കിഡ്സ് ആണ്. ഇതെല്ലാം നല്ല അടിപൊളി ഫ്ലവേഴ്സ് ആണ് ഇതിന്റെ എല്ലാം. എല്ലാം മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ്, എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഇന്ന് ഈ പ്ലാന്റുകളൊക്കെയാണ് സത്യത്തില് ഇവിടുന്ന് ഡെൻഡ്രോബിയം വെറൈറ്റീസ് ആണ് ഇന്നത്തെ മൊത്തം. കണ്ടോ, ഇത് തന്നെ ഏതാണ്ട് 16 17 ചെടിയുണ്ട്. ഫിലോഡെൻഡ്രോൺ തന്നെ 1 2 3 4 5 6 വെറൈറ്റി ഫിലോഡെൻഡ്രോൺ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാലി ഗോൾഡൻ ബാമ്പു. ഇത് നമ്മളുടെ ഇവിടെ തന്നെ നിൽക്കുന്ന മദർ പ്ലാന്റിൽ നിന്നും എയർലെയർ ചെയ്തെടുത്ത തൈകളാണ് ഇതെല്ലാം. ഇത് ഇന്നൊരു 10 ചെടിയോളം കയറി പോകുന്നുണ്ട്. കണ്ടോ, പിന്നെ ഇത് നമ്മുടെ ചെണ്ടുമുല്ല. നമ്മുടെ ഒരു കേരളത്തിലെ കോമൺ പ്ലാന്റ് ആണെങ്കിലും ഇത് ഇപ്പൊ പല ആളുകൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയായിട്ട് മാറിയിട്ടുണ്ട്. അത്ര കോമൺ അല്ല അല്ലേ? പണ്ട് പണ്ട് റോഡ് സൈഡിലൊക്കെ നിന്നിരുന്ന ഒരു സാധനമാണ്. എല്ലായിടത്തും റോഡ് സൈഡിൽ നിന്ന സാധനമൊക്കെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും പറിച്ച് അകത്ത് വെക്കുന്നത്. ഇതുണ്ട്, ഇതൊക്കെ ഇതുപോലെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ചെടികളാണ്. കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ ചെടികൾ പിടിപ്പിച്ച് വെച്ചിരിക്കുക. ഇതൊക്കെ ആവശ്യക്കാർ ചോദിച്ചാൽ അന്നേരം മുറിച്ചങ്ങ് കൊടുക്കും. കണ്ടോ, പോയേക്കുന്നുണ്ടോ, കണ്ടോ. നമ്മുടെ കുറച്ച് ലോട്ടസ് വെറൈറ്റീസ് ആണ്. ഇപ്പോഴും ഇതിന് പൂവുള്ള സമയമല്ല. ഇത് ഹെലിക്കോണിയ. ഇത് കൂടുതലും കട്ട് ഫ്ലവർ ആയിട്ട് പോകുന്നതാണ്. ഈ നമ്മൾ വീടിനകത്തൊക്കെ ഫ്ലവർ വൈസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പോലെയുള്ള ഹോബി ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ചെടികളൊക്കെ ഗാർഡനിൽ വെച്ചാൽ വളരെ നന്നായിട്ട് നമുക്ക് അകത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് കിട്ടും. ഇപ്പോൾ റിസോർട്ടുകളായാലും ഹോട്ടലുകളായാലും ഒക്കെ ഇതുപോലെയുള്ള ചെടികളാണ് കൂടുതലായിട്ട് വെക്കുന്നത്. അപ്പോൾ അവർക്ക് റൂമുകളിലൊക്കെ വെക്കാനുള്ള കട്ട് ഫ്ലവറൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഫിലോഡെൻഡ്രോണിൻ്റെ ഒരു അടിപൊളി വെറൈറ്റിയാണ് ഗ്ലോറിയോസം. ഇത് 2 ടൈപ്പ് ഉണ്ട്, ഗ്ലോറിയോസും ഉണ്ട്, ഗ്ലോറിയോസും സീബ്രയും ഉണ്ട്. സീബ്ര ആണ് കുറച്ച് വില കൂടിയ പ്ലാന്റ്.
സീബ്രയുടെ ഈ ലൈൻ എന്ന് വെച്ചാൽ നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും. അത് ഇങ്ങനെ വന്ന് ഇവിടം വരെ എൻഡ് ചെയ്യും. ഇതാണ് ഇമ്പീരിയൽ റെഡ് ലീഫ്. കണ്ടോ, നല്ല റെഡിഷ് ലീഫാണ് വരുന്നത്. ഇമ്പീരിയൽ റെഡ് ഇൻഡോർ പ്ലാന്റിന് ബെസ്റ്റ് സാധനം. പണ്ടൊക്കെ ആളുകൾ ചെറിയ ചെടി മേടിച്ച് ഇങ്ങനെ കാലങ്ങളോളം വളമൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ആളുകൾക്ക് ക്ഷമ വളരെ കുറവാണ്. എന്താ പറയുന്നത്, വീട്ടിൽ വെക്കുമ്പം തന്നെ ഒരു 2 വർഷം പഴക്കം തോന്നുന്ന ചെടി വേണം, വലിയ ചെടിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ചെടിയാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെടി മേടിച്ച് കൊടുക്കുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിലും നമ്മളൊരു ചെടി വെച്ച് ഒരു വലിപ്പമായ ശേഷം എന്താ പറഞ്ഞത് റെഡി ടു ഫിക്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വലിപ്പമായി കഴിഞ്ഞ് കൊടുക്കുമ്പോൾ കിട്ടുന്നവർക്കും സന്തോഷമാണ്, കാണുന്നവർക്കും സന്തോഷമാണ്. നമുക്കതിനനുസരിച്ച് ഒരു പേയ്മെൻറ്റ് കിട്ടുമ്പം ഈ കിട്ടുന്നവരെക്കാളും സന്തോഷം നമുക്ക് കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം.